ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. സെല്ലിംഗ് ഹാബിറ്റ്സ് മീ ആനസ് അബ്ദുല്ല സാർ. മക്കളെ ഇവിടെ വന്നിരിക്കുന്നതാ നമുക്ക് ഏറ്റവും കമ്പ്യൂട്ടർ സയൻസിന്റെ വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്തുവാ, C++ പ്രോഗ്രാം തന്നെയാണ് അല്ലെ. പ്രോഗ്രാമിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഈ പറഞ്ഞ ഒരു പകുതിയോളം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൽ അല്ലേ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം പഠിച്ചിരിക്കണം. നമുക്ക് ബേസ് പോലെ അങ്ങ് നമ്മുടെ അറേ വരെയുള്ള പ്രോഗ്രാംസ് എങ്കിലും നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു നമ്മളൊരു സിമ്പിൾ പ്രോഗ്രാം വരെ ടഫ് പ്രോഗ്രാംസ് വരെ പറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസ് വേണമെങ്കിൽ കമന്റ് ആയിട്ട് കൊടുക്കാം. സാറേ ആ പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്സ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കുക. മാക്സിമം എല്ലാവരും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ സിമ്പിൾ പ്രോഗ്രാംസ് കൊണ്ട് എഴുതാൻ ഇവിടെ പഠിക്കുന്നത്, എഴുതി പഠിപ്പിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ മാക്സിമം അത് യൂസ് ചെയ്ത് പഠിക്കുക. എല്ലാവരും യൂസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കോഡ്സ് പ്രിന്റ് ചെയ്യാനുള്ളൊരു സിമ്പിൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഞാൻ വീണ്ടും പറയാം, സിമ്പിൾ പ്രോഗ്രാമാണ്. ഇത് ചോദിക്കാതിരിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെങ്കിൽ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അങ്ങനെ കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെക്കാം. ആദ്യമായിട്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഹെഡർ ഫയൽ വേണം അല്ലേ. ഹെഡർ ഫയൽ വേണം. ഹെഡർ ഫയൽ എന്ത് വേണം? C++ പ്രോഗ്രാമിൽ ഹെഡർ ഫയൽ എന്താ പഠിച്ചു വെച്ചോ. എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് IOStream. Clear? Hash include IOStream. Then next one is using namespace std. Okay, then in the main മക്കളെ ഈ 3 ലൈൻ കേട്ടോ. ഈ ഒരു 3 ലൈൻസ് എന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടോ. ഹാഷ് ഇൻക്ലൂഡ് IOStream, യൂസ് namespace std, ഇന്ത്യ. ഇത് എല്ലാ പ്രോഗ്രാംസിനും സെയിം ആയിരിക്കും. ഈ 3 ലൈൻ നിങ്ങൾ മറന്നുപോലെ. ഹാഷ് ഇൻക്ലൂഡ് IOStream, യൂസ് namespace std, ഇന്ത്യ മെയിൻ. ഈ 3 ലൈൻ എല്ലാ പ്രോഗ്രാമിനും നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പിന്നെ പറയുന്നത് നമുക്ക് എന്താ? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുക. നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ മാത്രമേ ഇവിടെ പറഞ്ഞേപ്പുള്ളൂ. വേറെ ഒന്നും ഇൻപുട്ട് കൊടുക്കാൻ പറഞ്ഞേപ്പില്ല. അപ്പോൾ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് പ്രിന്റ് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തുകൂടാ? Cout. പ്രിന്റ് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് Cout. അപ്പൊ ഇവിടെ നോക്കാം. Cout ഹലോ എന്താണ്? ഹലോ വേൾഡ് പരിപാടി കഴിഞ്ഞു. ഹലോ വേൾഡ് പരിപാടി കഴിഞ്ഞു അല്ലേ. ദെൻ റിട്ടേൺ 0 കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. സിമ്പിൾ പ്രോഗ്രാം ഒരു കുഞ്ഞു പ്രോഗ്രാം. മനസ്സിലായോടാ? ഒരു തുടക്കക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം മാത്രം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഡിസ്പ്ലേ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇതിൻ്റെ അതേ മോഡലിൽ നിങ്ങൾ റൈറ്റ് ചെയ്യുക. ഇവിടെ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IOStream. Then using namespace std. Then in the main. Okay, then in the main. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തോടാ? കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. Cout മാത്രമേ അല്ലേ. Cout സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ദെൻ റിട്ടേൺ 0 കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ഒരു സിമ്പിൾ പ്രോഗ്രാം. ഓക്കെ, സെറ്റ് അല്ലടാ. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഇൻപുട്ട് 2 numbers ആൻഡ് ഡിസ്പ്ലേ ദം. 2 numbers ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. നേരത്തെ കൂടെ റൈറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നോക്കാം. ആദ്യമായിട്ട് 3 ലൈൻസ് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് 3 ലൈൻ സെയിം ആണ്. എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് IOStream, യൂസ് namespace std, ഇന്ത്യ മെയിൻ. ഈ 3 ലൈൻ സെയിം ആയിരിക്കും. അതിലൊരു മാറ്റമില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഇവിടെ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IOStream. Then using namespace std. Then in the main കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 3 ലൈൻ സെയിം, ഒരു മാറ്റമില്ല. ഫസ്റ്റ് 3 ലൈൻ സെയിം. ക്ലിയർ? നെക്സ്റ്റ് തൊടാ 2 numbers ഇൻപുട്ട് കൊടുക്കുക. 2 numbers ആകുമ്പോൾ 2 വേരിയബിൾസ് വേണം. നമ്മളൊരിക്കലും ഇങ്ങനെ പ്രോഗ്രാം കൊടുക്കത്തില്ല. ഇൻഡ് എന്താണ് 2,3 എന്താണ് ഇൻഡ് 2,3 കൊടുക്കാൻ പറ്റത്തില്ലടാ അല്ലേ. ഇൻഡ്
2,3,4 ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഈ പറഞ്ഞ 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ വേണം അല്ലേ? അപ്പൊ ഈ 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഒരു മെമ്മറി ലൊക്കേഷൻ വേണം. അപ്പൊ ആ മെമ്മറി ലൊക്കേഷൻ നമ്മളൊരു പേര് കൊടുക്കും അല്ലേ? ഞാനിപ്പോ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ എന്താണ് ഒരു പേര് കൊടുത്തു, A എന്ന് പേര് കൊടുത്തു, സെക്കൻഡ് B എന്ന് പേര് കൊടുത്തു. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെന്നാണ് ഒരു മെമ്മറി ലൊക്കേഷൻ വേണം. നമ്മളിപ്പോൾ ഓരോ എലമെന്റ്സ് വിചാരിക്കുക, ആ എലമെന്റ് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വീടുണ്ട് അല്ലേ? ആ വീടിന് നമ്മളൊരു പേര് കൊടുക്കും. ഓക്കെ, അല്ലാതെ നമ്മൾ എന്താണ് ഒരിക്കലും നമ്മളെന്താണ് ആ എലമെന്റ് കൊടുക്കത്തില്ല ഒരിക്കലും, ആ പേര് മാത്രം ഇവിടെ യൂസ് ചെയ്തോളൂ അല്ലേ? അപ്പോൾ ഇവിടെ ആണെങ്കിൽ എയും ബിയും കൊടുക്കാം 2 നമ്പേഴ്സ്, അല്ലെങ്കിൽ num1 num2 കൊടുക്കാം. ഇഷ്ടമുള്ള ഐഡന്റിഫൈസ് റൂൾസ് അറിയാമല്ലോ. നമ്മളിപ്പോൾ വേരിയബിൾസ് നെയിം കൊടുക്കുന്ന റൂൾസ് അറിയാം, എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ക്യാരക്ടർ എന്നാണ് മസ്റ്റ് ബി എന്തായിരിക്കണം, ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. ഓക്കെ, ഒരിക്കലും മറ്റുള്ള സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും വരാൻ പാടില്ല, സ്പേസ് വരാൻ പാടില്ല, ഒരിക്കലും കീവേഡ്സ് ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ള റൂൾസ് നിങ്ങൾ പഠിച്ചാണ്, വ്യക്തമായിട്ട് പഠിച്ചാണ്. ആ റൂൾസ് എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചാണ് അല്ലേ? അപ്പോൾ ആ റൂൾസ് ഒബേ ചെയ്തിട്ടാണെങ്കിൽ 2 വേരിയബിൾസ് കൊടുക്കുക. ഞാൻ 2 വേരിയബിൾസ് കൊടുത്തു, എയും ബിയും കൊടുത്തു. ഓക്കെ, ക്ലിയർ? എയും ബിയും കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 2 നമ്പേഴ്സിനെ പറഞ്ഞപ്പോൾ ആ നമ്പേഴ്സ് ഇൻറ്റിജർ എന്നോ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നോ ക്വസ്റ്റിനെ പറഞ്ഞപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഏത് ടൈപ്പാന്ന് നമുക്ക് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇൻറ്റിജർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റിജർ തന്നെ ചൂസ് ചെയ്തേക്കുവാണ്. ക്വസ്റ്റ്യൻ പറയുവാണ് 2 ഇൻറ്റിജർ നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുക ഇൻറ്റ് A, B എന്ന് പറയാം. 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഇൻപുട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഫ്ലോട്ട് A, B എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞേ പോയില്ല അല്ലേ? അപ്പോൾ ഇവിടെ പറയാത്തതുകൊണ്ട് എന്താണ് നമുക്കിവിടെ ഞാൻ ഇൻറ്റ് കൊടുക്കുവാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ, ഇൻറ്റ് കൊടുക്കുവാണ്. അപ്പോൾ ഈ എയുടെയും ബിയുടെയും ടൈപ്പ് എന്തുവാണ്, ഡേറ്റ ടൈപ്പ് എന്താണ്? ഡേറ്റ ടൈപ്സ് ലൈക്ക് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വേർഡ്. അപ്പോൾ എയും ബിയും ഇൻറ്റിജറാന്ന് വിചാരിക്കുക, ടൈപ്പ് എന്തുവാടാ? ഇൻറ്റ്. ടൈപ്പ് ഇൻറ്റ്. അപ്പോൾ ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്രാ, വേരിയബിൾ ആൻഡ് സെമി കോളൻ കേട്ടോ. എത്ര വേരിയബിൾസ് ഉണ്ടോ അത് കോമ ഇട്ട് കൊടുക്കുക. പരിപാടി ഡിക്ലറേഷൻ കഴിഞ്ഞ് അല്ലേ? നിങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാംസിൽ കാണാത്തൊരു ഐറ്റം തന്നെ ഈ പറഞ്ഞ ഡിക്ലറേഷൻ. അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ കണ്ടു, 2 വേരിയബിൾസ് അയക്കാണ്, അത് പരിചയപ്പെടുത്തി കൊടുത്തു. ഓക്കെ, ജസ്റ്റ് പ്രോഗ്രാമിന് പരിചയപ്പെടുത്തി, ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കടാ. നെക്സ്റ്റ് പറയുവാണ് നമ്മളിപ്പോൾ ATM പോവുകയാണ്. ATM പോകുമ്പോൾ നിങ്ങളുടെ ATM കാർഡ് ഇടുന്നു. അപ്പോൾ അവിടെ പിൻ നമ്പർ അടിക്കാൻ പറയണം, എന്നാൽ മാത്രമേ പിൻ നമ്പർ അടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെയും പറയുവാണ് നിങ്ങളിപ്പോൾ എൻ്റർ യുവർ പിൻ നമ്പർ എന്ന് പറയുവാണ്. എൻ്റർ യുവർ പിൻ നമ്പർ എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ 4 ഡിജിറ്റ് പിൻ നമ്പർ അടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് പറയണം, എൻ്റർ 2 നമ്പേഴ്സ് പറയണം, എന്നാൽ മാത്രമേ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യടാ? ഞാനിപ്പോൾ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ഇവിടെ പോക്കാം, സി ഔട്ട് എന്നാണ്, സി ഔട്ട്, എൻ്റർ എന്നാണ്, എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത് നോക്കാം, എൻ്റർ 2 നമ്പേഴ്സ് കൊടുത്തു. ദെൻ സി എന്നാണ്, സി ഇൻ പറയുകയാണ്. സി ഇൻ ഫസ്റ്റ് വേരിയബിൾ എ, സെക്കൻഡ് വേരിയബിൾ ബി. ഫസ്റ്റ് നമ്പർ എന്താണ്? 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കണ്ടേ? ഫസ്റ്റ് നമ്പറിന്റെ മെമ്മറി ലൊക്കേഷൻ കൊടുത്ത പേരെന്തോടാ? എ ആണ്. സെക്കൻഡ് കൊടുത്ത വേരിയബിൾ എന്താടാ? വേരിയബിൾ എന്തോടാ? ബി ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താണ്, നിങ്ങൾ ഇങ്ങനെ കൊടുക്കല്ലേ, സിയും കൊടുത്തിട്ടാണെങ്കിൽ വേണ്ട ഫസ്റ്റ് എ കൊടുത്തു സാറേ, എന്നാൽ പിന്നെ കോമ ഇട്ടും കൊടുത്തൂടാ, A, B എന്ന് കൊടുത്താൽ പോരെ? അല്ല, നമ്മൾ സീൻ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കടാ? വീണ്ടും സി എൻ ആണെങ്കിൽ സി ഔട്ട് ആണെങ്കിൽ നോക്കുക, വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടെ കൊടുക്കണം, എന്ത് ചെയ്യടാ? വീണ്ടും ഒരു വേരിയബിൾ കൊടുക്കണം, എന്ത് ചെയ്യടാ? വീണ്ടും എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ കൊടുക്കുക, വീണ്ടും അടുത്ത വേരിയബിൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ബി കൊടുത്തു. ക്ലിയർ ആടാ? ഓക്കെ എവിടാ? എന്നിട്ട് 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ പറയുകയാണ് നമ്മൾ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം പറയുകയാണ് അത് ഡിസ്പ്ലേ ചെയ്യുക. ഡിസ്പ്ലേ ആണെങ്കിൽ എന്ത് ചെയ്യടാ? സി ഔട്ട്, സി ഔട്ട് ഫസ്റ്റ് എന്തോടാ? എ അല്ലയോടാ? അപ്പൊ ഇൻപുട്ട് കൊടുത്ത് എ കൊടുത്തു. ദെൻ അടുത്ത എന്തോടാ? വേണമെങ്കിൽ ഒറ്റയിൽ കൊടുക്കാം. ഓക്കെ, ദെൻ സി ഔട്ട് ബി. പരിപാടി ചെയ്യും. നമ്മൾ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുത്തു, ആ നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു. ദെൻ റിട്ടേൺ 0 കേർലി ബ്രേസ് ക്ലോസ് ചെയ്യാം. ക്ലിയർ ആടാ? ഓക്കെ ആടാ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുക. വളരെ സിമ്പിൾ പ്രോഗ്രാമാണ് കേട്ടോ. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. Write a C++ program to input 2 integer numbers and find the sum of that numbers. 2 integer numbers ഇൻപുട്ട് കൊടുക്കാൻ പറയുകയാണ്, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണുക.
വളരെ സിമ്പിൾ പ്രോഗ്രാം അല്ലേടാ. ഇവിടെ നോക്കാം, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് IOStream. നമ്മൾ ഫസ്റ്റ് 3 ലൈൻ സെയിം തന്നെയാണ് അല്ലേ. ദെൻ യൂസിങ് നെയിം സ്പേസ് std, then ഇൻഡ് മെയിൻ കേലിബ്രേസ് ഓപ്പൺ ചെയ്തു അല്ലേ. എന്നിട്ട് 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് അതിന്റെ സമ്മ് കാണുക. അപ്പൊ ഇവിടെ മറ്റേടത്ത് 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുത്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്താൽ മതിയായിരുന്നു, ഇവിടെ സമ്മ് കാണണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വേരിയബിൾസ് വരും ഇവിടെ? നമുക്കിവിടെ രണ്ട് നമ്പേഴ്സിനുള്ളൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, ആ 2 നമ്പേഴ്സ് കൂട്ടിയിട്ട് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു മെമ്മറി ലൊക്കേഷൻ വേണം അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 വേരിയബിൾസ് വേണം. ഞാൻ ഫസ്റ്റ് നമ്പറിന് ഞാൻ കൊടുത്തു A എന്ന് കൊടുത്തു, സെക്കൻഡ് നമ്പറിന് B എന്ന് കൊടുത്തു. അത് പ്രീ ഡിഫൈൻഡ് എല്ലാം ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ആ റൂൾസ് ഒബേ ചെയ്താൽ മാത്രം. വേണമെങ്കിൽ num1 num2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ n1 n2 എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ദെൻ ഞാൻ പിന്നെ ഇവിടെ സമ്മ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ എന്തുവാണ്, ഞാൻ ഇവിടെ S എന്ന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര വേരിയബിൾസ് ആയിടാ? 3 വേരിയബിൾസ് ആയി. മക്കളെ ഇതൊന്നും ഒരിക്കലും പ്രോഗ്രാം എഴുതി വെക്കില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുവാണ്. നെക്സ്റ്റ് നോക്കാം, നമുക്ക് 3 വേരിയബിൾസ് ആണ് S, A, B. അപ്പോൾ ഇവിടെ നോക്കാം, 3ഉം ഇൻറ്റിജർ നമ്പേഴ്സ് അല്ലേ മക്കളെ. അപ്പോൾ ഇൻറ്റിജർ നമ്പേഴ്സ് ടൈപ്പ് എന്തുമായിരിക്കും? ഇൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇൻഡ് S, A, B. ഇൻഡ് S, A, B. ക്ലിയർ ആടാ. അപ്പോൾ 3 നമ്മുടെ എസും എയും ബിയും ഡിക്ലെയർ ചെയ്തു. ഓക്കെ മക്കളെ, ഒരിക്കലും ഓർഡർ വേണമെന്നില്ല. സാറ് ഫസ്റ്റ് എയും ബിയും കൊടുത്തൂടെ, അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്. സാറ് ഫസ്റ്റ് S അല്ലേ കൊടുക്കണം, അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യും കേട്ടോ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ 3 ടൈപ്പ് സെയിം ആയിരിക്കണം, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലടാ? എന്നിട്ട് എന്താടാ നമുക്ക് ഇവിടെ വെക്കാം, Cout എന്താണ്, നമുക്ക് 2 നമ്പേഴ്സ് നമുക്ക് ഇൻപുട്ട് കൊടുക്കണം ഇവിടെ പറയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പറയുവാണ് Cout enter 2 numbers. Enter 2 numbers. Clear? Enter 2 numbers. Okay da. Then C in മറ്റേ എൻ്റെ കൂട്ടിന് ഫസ്റ്റ് നമ്പർ കൊടുത്തു, സെക്കൻഡ് നമ്പർ കൊടുത്തു, 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുത്തു. ഇനി നമുക്ക് സമ്മ് കാണാമല്ലോ. സമ്മ് കാണാനെങ്കിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തുകൂടാ? ഇതാണ് ഈ ഇക്വേഷൻ. എന്താണ്? S = A + B. ഈ ഒരു വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ S = A + B. അപ്പോൾ ഞാൻ ഇവിടെ ഇക്വേഷൻ കൊടുത്തു, S = A + B. ക്ലിയർ? S = A + B കൊടുത്തതാണ് ഇക്വേഷൻ അല്ലേ. ദെൻ അടുത്ത നോക്കടാ, S = A + B കൊടുത്തു. ദെൻ ആ എയുടെയും ബിയുടെ സം ഇവിടെ സ്റ്റോർ ആവും, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ സ്റ്റോർ ആവും, S-ൽ സ്റ്റോർ ആവും അല്ലേ. S-ൽ സ്റ്റോർ ആവും. ക്ലിയർ? എന്നിട്ട് എയുടെയും ബിയുടെ റിസൾട്ട് S-ൽ സ്റ്റോർ ആവും. നമുക്കത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതോടാ Cout അല്ലേ. അപ്പോൾ Cout സം എന്താണ്? സം ഈസ് ഈ പറഞ്ഞ എയുടെയും ബിയുടെയും റിസൾട്ട് എവിടെ സ്റ്റോർ ആകുന്നത് മക്കളെ? ഇവിടെ S-ലാണ് സ്റ്റോർ ആക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരികടാ? സം ഈസ് S. Then return 0. കേലിബ്രേസ് ക്ലോസ് ചെയ്യുക. ക്ലിയർ ആയടാ? പരിപാടി കഴിഞ്ഞടാ. മനസ്സിലായോടാ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിക്കുക. കാരണം ഒരിക്കലും നിങ്ങൾ നോക്കിയിരുന്നാൽ മനസ്സിലാവത്തില്ല. ഞാൻ വീണ്ടും പറയാം, പ്രോഗ്രാം ഒരിക്കലും ചെയ്യുന്നവർക്കാണുള്ളത്. ഞാനിപ്പോൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് പ്രാക്ടീസ് ആക്കിയതാ. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരിക്കലും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരിക്കലും മനസ്സിലാവത്തില്ല. അത് വീണ്ടും പറയുകയാണ്, പ്രോഗ്രാമിൻ്റെ ഒരു ലോജിക്ക് അങ്ങനെയാണ്. ഓക്കേടാ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്താണ് നിങ്ങൾ ചെയ്ത് കൂടെ പഠിക്കുക. ഇതേ നിങ്ങൾ അതിൻ്റെ ഒരു കമൻറ്റ് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം. വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. ഈ പറയുന്നതെല്ലാം വളരെ സിമ്പിൾ പ്രോഗ്രാം കേട്ടോ. ഈ സം ഓഫ് 2 നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം സം ഓഫ് 2 നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഏരിയ എന്തുകൂടാ? അത് പറയടാ ആദ്യം. നമുക്ക് ആദ്യം ഒരു പ്രോഗ്രാം ലോജിക്കാവുണ്ട് അല്ലേ, അഥവാ ഇക്വേഷൻ ലോജിക്ക്. ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ഹാഷ് ഇൻക്ലൂഡ് എന്നാണ്. ഹാഷ് ഇൻക്ലൂഡ് IOStream കൊടുത്തു. ഹാഷ് ഇൻക്ലൂഡ് IOStream. Then using namespace std, then int main. കേലിബ്രേസ് ഓപ്പൺ ചെയ്തു. ക്ലിയർ? ഓക്കേടാ? ദെൻ നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്തുവാടാ? ഒരു റെക്ടാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തുവാടാ? A = ഏരിയ L/B കേട്ടോ. വേണമെങ്കിൽ ഏരിയ L/B എന്ന് കൊടുക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ഇഷ്ടമുള്ള വേരിയബിൾസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെക്കാം. അപ്പോൾ ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടാ? A ഉണ്ട്, L ഉണ്ട്, B ഉണ്ട്.
ഓക്കെ. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് വരാം, വേണമെങ്കിൽ ഇൻഡിജർ വാല്യൂസ് വരാം. ഇവിടെ ഇൻഡ് കൊടുക്കുക കേട്ടോ, ഇൻഡ് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഇൻഡ് എന്താണ്, ഇൻഡ് ഏതൊക്കെ വേരിയബിൾസ് ഇവിടെ എ ഉണ്ട്, എൽ ഉണ്ട്, ബി ഉണ്ട് അല്ലേ. എ ഉണ്ട്, എൽ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ഇവിടെ വെക്കാം എ കോമ എൽ കോമ ബി, എ കോമ എൽ കോമ ബി. ക്ലിയർ? നെക്സ്റ്റ് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ആ എയും എല്ലും ബിയും പ്രോഗ്രാമിന് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി എന്തുവാടാ, ആ ലെങ്തും ബ്രെത്തും ഇൻപുട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ലെങ്തും ബ്രെത്തും ഇല്ലെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യണം. എന്താണ്, ലെങ്തും ബ്രെത്തും എൻ്റർ ചെയ്യാൻ ഇവിടെ പറയണം. ഞാൻ ATMന്റെ കാര്യം പറഞ്ഞേ, നിങ്ങൾ ATM കാർഡ് ഇടുവാണെങ്കിൽ അവിടെ എൻ്റർ യുവർ പിൻ നമ്പർ എന്ന് പറയണം, എന്നാൽ മാത്രമേ എനിക്ക് പിൻ നമ്പർ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ലെങ്തും ബ്രെത്തും പറയണം. അപ്പോൾ എന്ത് ചെയ്യടാ, ആ സി ഔട്ട്, സി ഔട്ട് എൻ്റർ എന്നാണ്, എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെത്ത്. ഓക്കെ, ലെങ്തും ബ്രെത്ത് വേണമെങ്കിൽ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ക്ലിയർ? ഓക്കെ. ദെൻ സി ഇൻ ലെങ്തിനും ബ്രെത്തിനും കിടക്കുന്ന വേരിയബിൾസ് ആയിക്കടാ എല്ലും എന്താണ്, എല്ലും ബിയും അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ്, എല്ല് കൊടുത്തു, ദെൻ ബി കൊടുത്തു. ഫസ്റ്റ് എല്ല് കൊടുത്തു, ബി കൊടുത്തു. ക്ലിയർ? എല്ലും കൊടുത്തു, ബിയും കൊടുത്തു, ലെങ്തും ബ്രെത്തും കൊടുത്തു. ക്ലിയർ ആടാ? ദെൻ നമ്മുടെ ഇക്വേഷൻ എന്തുവാടാ, എ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി, എ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി. ഇവിടെ നോക്കാം, എ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി നോക്കാടാ. എ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി ആണെങ്കിൽ ഇക്വേഷൻ കൊടുത്തു. ക്ലിയർ? എൽ ഇൻറ്റു ബി ഇക്വേഷൻ കൊടുത്തു. കുഴപ്പമുണ്ടോടാ? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല അല്ലേ, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് നോക്കാം. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്തുവാടാ, നമ്മുടെ ഇക്വേഷൻ കൂടെ എ ഇസിക്കൽ എൽ ഇൻറ്റു ബി കൊടുത്തു അല്ലേ. നമ്മുടെ ഇക്വേഷൻ അടുത്ത ഇക്വേഷൻ എന്തുവാടാ, അടുത്ത ഇക്വേഷൻസ് കാര്യങ്ങൾ ഇനിയൊന്നും ഇല്ല അല്ലേ. ഇക്വേഷൻസ് കാര്യങ്ങൾ ഇനിയൊന്നും ഇല്ല. നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനി അടുത്ത് എന്തുവാ, നമുക്ക് ഇത് പ്രിന്റ് ചെയ്താൽ പോലെടാ. എല്ലിൻ്റെ ബിയുടെ റിസൾട്ട് എന്തുവാടാ, എവിടെ സ്റ്റോർ ആവും, ഇവിടെ എയിൽ സ്റ്റോർ ആവും അല്ലേ. അപ്പോൾ ഇവിടെ വെക്കാം സി ഔട്ട് ഏരിയ ഈസ്, അഥവാ എല്ലിൻ്റെ ബി റിസൾട്ട് എവിടെ സ്റ്റോർ ആവും, എയിലോട്ട് സ്റ്റോർ ആവും അല്ലേ. എയിലോട്ട് സ്റ്റോർ ആവും. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലിൻ്റെ ബിയുടെ റിസൾട്ട് എയിൽ സ്റ്റോർ ആകുമ്പോൾ ഏരിയ ഈസ് എവിടെ സ്റ്റോർ ആവും, എയിൽ സ്റ്റോർ ആവും. അപ്പോൾ എ ഇവിടെ കൊടുക്കാം. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ദെൻ റിട്ടേൺ സീറോ അല്ലേ, റിട്ടേൺ സീറോ ക്ലോസ്. ക്ലിയർ ആടാ? ഓക്കെ ആടാ മക്കളെ, ഓക്കെ ആടാ, സെറ്റ് ആടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം. മക്കളെ അതിന്റെ ഇക്വേഷൻ എന്തുവാടാ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ πr² ആണല്ലേ, πr² ആണ്. പക്ഷേ ഇവിടെ ആണെങ്കിലോടാ, ഇവിടെ നമുക്ക് പൈ എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മുടെ കീബോർഡിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പൈയുടെ വാല്യൂ എന്താണ്, ഒന്നെങ്കിൽ 22/7 കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, 3.14 കൊടുക്കുക അല്ലേ. അപ്പോൾ മോസ്റ്റ്ലി 3.14 കൊടുക്കാറുള്ളത്, അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കാം ഏരിയ സിക്കൽ ടു എന്താണ്, 3.14 × r². ഓക്കെ, അപ്പോൾ ഇവിടെ r² എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് ഇവിടെ ഇല്ല, നമുക്ക് സ്ക്വയർ എടുക്കാനുള്ള ഒരു ഐറ്റം നമ്മുടെ കീബോർഡിൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യടാ, അപ്പോൾ ഏരിയ സിക്കൽ ടു 3.14 × r. മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്തുവാടാ, സ്റ്റാർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക ഇൻറ്റു സിമ്പിൾ നമ്മുടെ കീബോർഡിൽ ഇല്ല, അതുകൊണ്ട് തന്നെ എന്തുവാ സ്റ്റാർ ആണ് യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ ആടാ? ഓക്കെ, അപ്പോൾ അതിവിടെ മാറ്റി വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്, ഏരിയ ഇസിക്കൽ, നമ്മുടെ ഇക്വേഷൻ എന്തുവാടാ, ഏരിയ ഇസിക്കൽ ടു ഐ ഇസിക്കൽ ടു, അല്ലെങ്കിൽ ഏരിയ ഇസിക്കൽ ടു കേട്ടോ, എന്ത് വേണമെങ്കിൽ കൊടുക്കാം, എ ഇസിക്കൽ ടു 3.14 × r. ഇതാണ് നമ്മുടെ ലോജിക്ക്, പ്രോഗ്രാമിൻ്റെ ലോജിക്ക് ഇതാണ്. ഈ ലോജിക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം തെറ്റിപ്പോയി, പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് തെറ്റിപ്പോയി. ക്ലിയർ ആടാ? ഇവിടെ വെക്കാം ഹാഷ് ഇൻക്ലൂഡ് IOStream. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് IOStream. Okay, then using namespace std, then int main
കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു അല്ലേ. ദെൻ നമ്മുടെ എന്തുവാടാ, നമുക്ക് ആകെ ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കേണ്ട കാര്യം 3.14 ഇൻപുട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ഇല്ല കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ 6 മാത്രമേ ഉള്ളില്ല. 3.14 6 × 6 എന്ന് പറയുമ്പോൾ 6 മാത്രമേ നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടുള്ളൂ അല്ലേ. അപ്പോൾ 6ഉം പിന്നെ എന്താണ് എയും, ഇത് മാത്രമേ ഡിക്ലെയർ ചെയ്യേണ്ടുള്ള വേരിയബിൾസ് ഉള്ളൂ. ബാക്കി ഇൻപുട്ട് കൊടുക്കേണ്ട വേരിയബിൾ എന്താണ്? 6 പിന്നെ വേറെ എന്തുവാ ഔട്ട്പുട്ടിന്റെ വേരിയബിൾ എന്താണ്? എ ആണ്. അപ്പോൾ 2 ഡിക്ലെയർ ചെയ്യണ്ടേ. അപ്പോൾ എന്തുവാ എയും 6ഉം. മക്കളെ ഇത് വേണമെങ്കിൽ റേഡിയസ് ഒക്കെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വരത്തില്ലേ? 3.5 4.5 ഒക്കെ വരത്തില്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലോട്ട് കൊടുത്തു കേട്ടോ, ഫ്ലോട്ട് കൊടുത്തു. നമ്മളെല്ലാം ഇന്ത്യയിലാണ് അല്ലേ. ഇത് ഫ്ലോട്ട് കൊടുത്തു, ദെൻ സെമിക്കോളൻ കൊടുത്തു. ക്ലിയർ ആടാ. എന്നിട്ട് നമുക്ക് ഇവിടെ പറയുവാണ് എൻ്റെ റേഡിയസ് ഓഫ് ദി സർക്കിൾ. റേഡിയസ് ഓഫ് സർക്കിൾ എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ കൊടുക്കുവാണ് സി ഔട്ട് എൻ്റർ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ ക്ലിയർ. ദെൻ നമ്മുടെ നോക്കടാ റേഡിയസ് ഓഫ് സർക്കിൾ കൊടുത്തു. ദെൻ സി ഇൻ 6. റേഡിയസ് ഓഫ് സർക്കിളിന്റെ വേരിയബിൾ എന്താണ്? 6 അല്ലേ ഇവിടെ? 6 ആണ് അല്ലേ. 6 ആണ് കൊടുത്തു. ക്ലിയർ. നെക്സ്റ്റ് അടുത്ത് നോക്കടാ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തുവാടാ? നമ്മുടെ റേഡിയസ് ഇൻപുട്ട് കൊടുത്ത് ഇനി നമ്മുടെ എന്ത് പരിപാടി എന്തുള്ളത്? നമുക്ക് ഇക്വേഷൻ കൊടുക്കുക അല്ലേ. അപ്പോൾ A = 3.14 × R × R സെമിക്കോളൻ. ക്ലിയർ. ദെൻ സി ഔട്ട് എന്തുവാടാ? സി ഔട്ട് ഏരിയ ഓഫ് സർക്കിൾ ഈസ്, കാരണം ഈ ഏരിയ ഓഫ് സർക്കിൾ ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ട കാര്യം എന്തോടാ, ആ ഏരിയ ഓഫ് സർക്കിൾ അതേപോലെ പ്രിന്റ് ചെയ്ത് വരണം. അതുകൊണ്ട് ഡബിൾ കോട്ട്സ് കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും പുട്ടിറ്റീവ് ഓപ്പറേറ്റർ കൊടുത്തതിന് ശേഷം എന്താടാ എ കൊടുത്തു. ആ എ ഡബിൾ കോട്ട്സ് കൊടുത്തേ പോയില്ല. കാര്യം എന്താടാ, ആ എയ്ക്കകത്തുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് വരണം. ക്ലിയർ ആടാ. ഓക്കെ. ദെൻ അടുത്ത് നോക്കാം. ദെൻ റിട്ടേൺ 0 ക്ലോസ് പരിപാടി. ഓക്കെ. ഇതാണ് മക്കളെ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഒരു ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ വയ്ക്കുന്ന ഒരു പ്രോഗ്രാം. സെറ്റ് ആവിടാ. ഓക്കെ ആവിടാ സെറ്റ്. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് എ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിൽ ഏതാണ് വലുത് കമ്പയർ ചെയ്യുക. നമുക്ക് കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് സിമ്പിൾ ഇഫ് മുതൽ നമ്മുടെ സ്വിച്ച് വരെ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം നമുക്ക് എന്ത് ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്. നമ്മളെ വീണ്ടും പറയുവാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ സിൻടാക്സ് പഠിച്ചിരിക്കണം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് സിൻടാക്സ് മസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചിരിക്കണം. സിൻടാക്സ് അഥവാ പൊതുരൂപങ്ങളെല്ലാം പഠിപ്പിച്ച് വെച്ചപ്പോണ്ട് ആ പൊതുരൂപങ്ങളെല്ലാം നിങ്ങൾ ലൈവ് കണ്ടതിന് ശേഷം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അത് വീണ്ടും പറയുകയാണ് കേട്ടോ. ഡൗട്ട് ഉണ്ട് ചോദിക്കാം. മക്കളെ ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ഹാഷ് ഇൻക്ലൂഡ് IOStream. Then using namespace std. Then int main. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഓക്കേടാ. 2 നമ്പേഴ്സിൽ ഏതാണ് വലുത്? അപ്പോൾ 2 നമ്പേഴ്സ് വേണ്ടേ? 2 നമ്പേഴ്സ് ഞാൻ വേരിയബിൾസ് കൊടുത്തു, എയും ബിയും കൊടുത്തു. ക്ലിയർ. എയും ബിയും കൊടുത്തു. ഞാൻ 2 നമ്പേഴ്സ് സാധാരണ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഇൻഡിജർ ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് പറഞ്ഞപ്പോൾ ഇല്ല, ടൈപ്പ് എന്ത് കൊടുത്തു? ഇൻറ്റു കൊടുത്തു. നമുക്ക് അവിടെ ഒന്ന് സ്പെസിഫിക് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇൻറ്റു കൊടുത്തു. സെമിക്കോളം കൊടുത്തു. ക്ലിയർ. ഓക്കെ ആടാ. ദെൻ അടുത്ത് നോക്കടാ. സി ഔട്ട്. അടുത്ത നിങ്ങൾ തന്നെ ഒരാടെ എന്തായിരിക്കൂടാ? ആ എൻ്റർ 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യുക. അപ്പോൾ എൻ്റർ 2 നമ്പേഴ്സ്. ക്ലിയർ. നെക്സ്റ്റ് സി ഇൻ എന്താണ്? സി ഇൻ ഫസ്റ്റ് വേരിയബിൾ എ, സെക്കൻഡ് വേരിയബിൾ എന്താണ്? ബി. ഓക്കേടാ. ദെൻ 2 നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് കൊടുത്തില്ലേ. ഇനി എന്തുവാ? കമ്പയർ ചെയ്താൽ പോരെ. അപ്പോൾ എന്താണ്? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എയുടെ വാല്യൂ ബിയെക്കാളും വലുതാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഈസ് എ. ക്ലിയർ. ഇവിടെ വെക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, സി ഔട്ട്. അവിടെ ബ്രാക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സി ഔട്ട് ബ്രാക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാതിരിക്കും കേട്ടോ. ലാർജസ്റ്റ് നമ്പർ ഈസ്
എന്തുവാടാ എ. അല്ലെങ്കിലോടാ എയുടെ വാല്യൂ ബിയെക്കാളും വലുതല്ല, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോടാ എൽസ് എന്താണ്, എൽസ് സി ഔട്ട് ലാർജസ്റ്റ് നമ്പർ ഈസ് ബി, then returns and then return 0, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ക്ലിയർ ആടാ? ഓക്കെ ആടാ? ഓക്കെ ആടാ മക്കളെ? സെറ്റ് അല്ലേടാ? അപ്പോൾ ഇതാണ് മക്കളെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുക. മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോടാ? അപ്പോൾ ഈ ഒരു സിൻടാക്സ് കൺട്രോൾ സെയിൽസിൻ്റെ പ്രോഗ്രാം പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ സിൻടാക്സ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് എ ഗിവൺ ഏജ് ഈസ് എലിജിബിൾ ഫോർ വോട്ട് ഓർ നോട്ട്. തന്നിരിക്കുന്ന ഏജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഒരു വോട്ടിന് എലിജിബിൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് എന്നാണ് നമ്മൾ എഴുതിയത് എടുത്തില്ല. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ഒരുപാട് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്തോളൂ. ഓക്കെ, ദെൻ യൂസിങ് നെയിം സ്പേസ് std, ദെൻ ഇൻഡ് മെയിൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ വെക്കാം ഗിവൺ ഏജ് ഇല്ലല്ലോ, ഒരു ഏജ് മാത്രം ഇൻപുട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ ഒറ്റ വേരിയബിളുള്ളൂ, നമുക്ക് വേറെ ഇക്വേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏജ് അല്ലേ, അപ്പോൾ ഞാൻ ഏജ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുക്കത്തില്ലല്ലോ അല്ലേ. ഒരിക്കലും 18.5 വയസ്സവനുണ്ട്, ഓക്കെ 17.5 വയസ്സവനുണ്ടോ എന്ന് പറയത്തില്ല. ഒരു നമ്മളെന്താണ് അവൻ്റെ 18 വയസ്സുണ്ടെന്നേ പറയത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കടാ, ആ ഏജ് കൊടുത്തു, ഏജ് എന്തുവാടാ, ഏജ് ഇൻപുട്ട് കൊടുത്തു അല്ലേ. ഓക്കെ, ദെൻ സി ഔട്ട് എന്തുവായിരിക്കടാ, എൻ്റർ യുവർ ഏജ്, എൻ്റർ യുവർ ഏജ്, നിങ്ങളുടെ ഏജ് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ഏജ് എൻ്റർ ചെയ്യുക അല്ലേ. ദെൻ സി ഇൻ എന്തോടാ, സി ഇൻ ഏജിന് കൊടുക്കുന്ന വേരിയബിൾ എന്തോടാ, ഇതല്ലേടാ, ആ വേരിയബിൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏജിന് കൊടുക്കുന്ന വേരിയബിൾ എ ആണെങ്കിൽ ആ എ എടുക്കുക. അപ്പോൾ എന്താണ് ആ വേരിയബിൾ, ആ വേരിയബിളിനോട് കൊടുക്കുക. ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ എന്താണ് അത് കൊടുക്കുക, അതിൽ മാറ്റില്ല കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്തുവാടാ, കമ്പാരിസൺ എങ്ങനെയാടാ, if നമ്മൾ ഇൻപുട്ട് കൊടുത്ത ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ, 18 കൂടുതലോ ഈക്വലോ ആണെങ്കിൽ സി ഔട്ട് എലിജിബിൾ ഫോർ വോട്ട്, എൽസ് സി ഔട്ട് നോട്ട് eligible for what, then return 0, കേളി ബ്രേസ് ക്ലോസ് ചെയ്യാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേടാ? ഇപ്പോൾ ഒരു പ്രോഗ്രാം ഒക്കെ ആയില്ലടാ, നമ്മളൊരു ഏജിൻ്റെ വാല്യൂ 18 കൂടുതലോ ഈക്വലോ ആണെങ്കിൽ അവിടെ എന്ത് പഠിക്കൂടാ, എലിജിബിൾ ഫോർ വോട്ട്, ആ പേഴ്സൺ എലിജിബിൾ. കാരണം അവിടെ 18 വയസ്സിൽ നമ്മുടെ എലിജിബിലിറ്റി അല്ലേ, 18 വയസ്സിനാൽ കൂടുതലാണെങ്കിൽ എലിജിബിൾ ആയിരിക്കും. അല്ല, അതിന് 18 വയസ്സിന് 17 വയസ്സോ 16 വയസ്സാണെങ്കിൽ ഇവിടെ നോട്ട് എലിജിബിൾ ആയിരിക്കും. അത്ര പരിപാടിയുള്ളൂ അല്ലേ. വലിയ ടഫ് പ്രോഗ്രാം ഒന്നും അല്ല, വളരെ സിമ്പിൾ പ്രോഗ്രാം തന്നെ കേട്ടോ. എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കേടാ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് എ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. തന്നിരിക്കുന്ന നമ്പർ ആണെങ്കിൽ ഈവൻ ആണോ ഓഡ് ചെക്ക് ചെയ്യുക. വളരെ സിമ്പിൾ പ്രോഗ്രാം ആണ്. ഇവിടെ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് തന്നെ, ഹാഷ് ഇൻക്ലൂഡ് IO stream, then using namespace std, then int main കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു അല്ലേ. ദെൻ ഫസ്റ്റ് എന്താ ഒരു നമ്പർ ഞാൻ നമ്പർ കൊടുത്ത് ഇൻറ്റ് കൊടുത്തു. നമ്പർ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുക്കത്തില്ല, സാധാരണ നമ്മൾ ഇവൻ ആടോടെ ചെക്ക് ചെയ്ത് നമ്മൾ ഇൻറ്റിജർ കൊടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇൻറ്റ് നം കൊടുത്തു. ഓക്കെ, എന്നിട്ട് സി ഔട്ട് എന്തുവായിരിക്കൂടാ, എൻ്റർ എ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യുക കേട്ടോ. അല്ല ഇവൻ നമ്പറോ ഓടി നമ്പർ എൻ്റർ ചെയ്യാനല്ല പറയേണ്ടത്. എൻ്റർ എ നമ്പർ എൻ്റർ ചെയ്യുക, എന്നിട്ട് ചെക്ക് ചെയ്യുക അല്ലേ. ദെൻ സി ഇൻ ആ നം കൊടുത്തു. ക്ലിയർ. എന്നിട്ട് ഇനി കമ്പയർ ചെയ്യാം. നമ്മൾ ഇൻപുട്ട് കൊടുത്ത നമ്പർ മോഡ് 2 = 0 ആണ് അല്ലേ. അതായത് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കാം. 14 ÷ 2, 7 2 14, റിമൈൻഡർ എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ 13 റിമൈൻഡർ ഡിവൈഡ് ബൈ 2,
എന്താണ് 6 2 12 റിമൈൻഡർ ഇവിടെ 1 ആയിരിക്കും. അതായത് ഇവിടെ ഈ 13 എന്താണ് ഒറ്റസംഖ്യയാണ്, 14 ഇരട്ടസംഖ്യയാണ് അല്ലേ. 14 2 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ എന്താണ് 0 വന്ന്, 13 2 റിമൈൻഡർ എന്താണ് 1 വന്ന് അല്ലേ. അപ്പോൾ ഇവിടെ വെക്കാം ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 0 അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണെങ്കിൽ എന്തായിരിക്കും അവിടെ ഈവൻ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. ഇവിടെ വെക്കാം സി ഔട്ട് ഈവൻ എന്നാണ്, ഈവൻ നമ്പർ അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ എൽസ് സി ഔട്ട് ഓഡ് നമ്പർ. ക്ലിയർ? then return 0, then return 0. ക്ലോസ് ചെയ്യാം. പറയും വളരെ സിമ്പിൾ പ്രോഗ്രാം ആണ്. ലോജിക്ക് മനസ്സിലാവിടാ, ഈ ലോജിക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് പോട്ടോ. സെറ്റില്ലടാ? ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ആണ്, പരീക്ഷ ചോദിക്കാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസ് കേട്ടോ, നിങ്ങൾ പഠിക്കാൻ പോലെ. നെക്സ്റ്റ് നോക്കാം. Write a C++ program to input a day number and display corresponding day using else if ladder. else if ladder യൂസ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് ഡേ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇവിടെ നോക്കാം എങ്ങനെ ചെയ്യാടാ. നമുക്ക് നോക്കാം ഹാഷിംഗ് തന്നെ, ഹാഷിംഗ് IO stream അല്ലേ, IO stream using namespace std, then int main. കേലിബ്രേസ് ഓപ്പൺ ചെയ്യില്ലേ. അപ്പോൾ ഒരു ഡേ നമ്പർ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഡേ ഒന്ന് കൊടുത്തോട്ടോ. അപ്പോൾ ഇൻറ്റ് ഡേ. ഓക്കെ, ഡേ നമ്പർ എന്ന് പറയുക 1 തൊട്ട് 7 വരെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് സി ഔട്ട് എൻ്റർ ഡേ നമ്പർ ബ്രാക്കറ്റ് കൊടുക്കാം 1 to 7. ഓക്കെ, 1 to 7 അല്ലേ. ഓക്കെ, then C in ആ ഡേ നമ്പർ ഇൻപുട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഡേ കൊടുത്തു. ഓക്കെ, ഡേ നമ്പർ കൊടുത്തു അല്ലേ. അപ്പോൾ ഡേ നമ്പർ ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ഡേക്ക് കൊടുക്കുന്ന വേരിയബിൾ എന്താ, ഈ ഡേ തന്നെയാണ് അല്ലേ. അപ്പോൾ ഡേ നമ്പർ ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ, 1 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. കമ്പയർ ചെയ്യല്ലേ. അപ്പം ഇഫ് ഡേ ഈക്വൽ ടു 1 ആണെങ്കിൽ സി ഔട്ട് എന്ത് വരും കൂടാ, സി ഔട്ട് സൺഡേ. ദെൻ എൽസ് ഇഫ് ഡേ ഈക്വൽ ടു 2 ആണെങ്കിൽ ഇത് വരും കൂടാ, സി ഔട്ട് മൺഡേ. ദെൻ എൽസ് ഇഫ് ഡേ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഇത് വരും കൂടാ, സി ഔട്ട് ട്യൂസ്ഡേ. ഓക്കെ, ദെൻ എൽസ് ഇഫ് വീണ്ടും എൽസ് ഇഫ് ഡേ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ ഇത് വരും കൂടാ, സി ഔട്ട് എന്നാണ്, സി ഔട്ട് വെനസ്ഡേ എന്നാണ്, വെനസ്ഡേ അല്ലേ, വെനസ്ഡേ. മക്കളെ അത് ഇനി അവിടെ വരെ വരൂടാ. ദെൻ എൽസ് ഇഫ് ഡേ ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ തേഴ്സ്ഡേ വരും. ദെൻ എൽസ് ഇഫ് എന്താണ് ദെൻ പിന്നെ ആണെങ്കിൽ ഡേ ഈസ് ഈക്വൽ ടു 6 ആണെങ്കിൽ എന്ത് വരൂടാ, 6 ആണെങ്കിൽ ഫ്രൈഡേ വരും. ദെൻ പിന്നെ എന്താണ് ലാസ്റ്റ് എന്ത് വരൂടാ, എൽസ് ഇഫ് എന്നാണ്. ഇനി ലാസ്റ്റ് മാത്രമേ എൽസ് ഇഫ് ഡേ എന്താണ് ഡേ ഈസ് ഈക്വൽ ടു 7 ആണെങ്കിൽ എന്ത് വരും, സി ഔട്ട് എന്നാണ്, സി ഔട്ട് ഫ്രൈഡേ. ഓക്കെ, ദെൻ ഇതൊന്നും അല്ല, കാരണം ഈ ഡേയുടെ വാല്യൂ 1 തൊട്ട് 7 വരെയല്ല കൊടുത്തത്, നമ്മൾ വേറെ എന്തെങ്കിലും വാല്യൂ കൊടുത്തെങ്കിലും എന്താ റോങ് ഇൻപുട്ട് വരണ്ടേ. അപ്പോൾ എന്താ എൽസ് ഇതൊന്നും അല്ല, എൽസ് സി ഔട്ട് എന്തായിരിക്കും കൂടാ, ഇതൊന്നും അല്ല കൊടുത്തത് അല്ലേ, ഇതൊന്നും അല്ല കൊടുത്തത്, സി ഔട്ട് റോങ് ഇൻപുട്ട് അല്ലേ, റോങ് ഇൻപുട്ട്. ദെൻ റിട്ടേൺ 0. കേലബസ് ക്ലോസ് ചെയ്യാം. ഓക്കെ ആവടാ സെറ്റ് ആവടാ മക്കളെ. അപ്പോൾ ഓക്കെ മക്കളെ, ഇന്ന് ഇത്രയും പ്രോഗ്രാംസ് പഠിക്കുക. അപ്പോൾ നാളെ കൃത്യമാണെങ്കിൽ നാളെ വീണ്ടും ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഏതെങ്കിലും പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയാം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിൽ ഏതൊക്കെ പ്രോഗ്രാംസ് വേണമെങ്കിൽ പറയാം കേട്ടോ. സാറേ എനിക്ക് ആ പ്രോഗ്രാം അറിയത്തില്ല, സാറേ എക്സ്പ്ലെയിൻ നാളത്തെ വീഡിയോയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഞാൻ ഇന്നത്തെ കമൻറ്റ് ബോക്സ് കൃത്യമായിട്ട് നോക്കിയിരിക്കും, അതിലൊരു മാറ്റമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും എന്താണ് കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങൾ പ്രോഗ്രാംസ് വേണ്ടവർ പറയുക, വാല്യുബിൾ സജഷൻസ് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ കാണാം. ബൈ.